അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. വളരെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. നമുക്കിന്നത്തെ പ്രഭാത മജ്ലിസിൽ, നമ്മുടെ ഈ സദസ്സിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത് സ്വർഗത്തിൽ കടക്കുന്ന മരണം എന്നുള്ളതാണ്. നമ്മുടെ ഭൗതികമായ ലോക ജീവിതത്തിൽ നിന്നുള്ള ഒരു വിരാമമാണല്ലോ മരണത്തിലൂടെ സംഭവിക്കുക. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം കാലാകാലമുള്ള ഭൗതിക ലോക ജീവിതത്തിൽ നാം ചെയ്തുപോയ സൽക്കർമ്മങ്ങളുടെ, ചെയ്തുപോയ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ചും കഴിയേണ്ടുന്ന ഒരു അഭൗതിക ലോകമാണല്ലോ മരണാനന്തരം നമുക്കൊരോരുത്തർക്കും നേരിടേണ്ടി വരുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും താല്പര്യവും ഭൗതികവും പാരത്രികവുമായ ലോക ജീവിതത്തിൽ നന്മ കരസ്ഥമാക്കുക, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കുക, പടച്ചവൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി ജീവിച്ച് ഇഷ്ടപ്പെട്ട ദാസനായി വളർന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും സമ്പാദിച്ച് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് നല്ലവരായി മരിക്കുക എന്നുള്ളത്. ആഗ്രഹം വലുതാണ്. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ കർമ്മപദ്ധതിയും അത്രത്തോളം വലുതായിരിക്കേണ്ടതുണ്ട്. ഇവിടെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു ചെറിയ ഹദീസ് ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് നിവേദനം ചെയ്തിട്ടുണ്ട്. ആ ഹദീസാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അൻ സൗബാൻ റളിയല്ലാഹു അൻഹു, സ്വഹാബി പ്രമുഖൻ സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് നിവേദനം. ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത്ത, ഒരു വ്യക്തി മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട വ്യക്തി ഫഹുവ ബരീഉം മിനൽ കിബ്ർ വൽഗുലൂൽ വദ്ദൈൻ ദഖലൽ ജന്ന. പ്രവാചകൻ ഹദീസിലൂടെ പറയുന്നത്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 ഗുണങ്ങൾ, 3 യോഗ്യതകൾ ആ വ്യക്തിക്കുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെയാണ് ആ 3 ഗുണങ്ങൾ? 1, ഫഹുവ ബരീഉം മിനൽ കിബ്ർ, അഹങ്കാരമില്ലാത്തവനാവും. അഹങ്കാരം ഒരു മനുഷ്യന് ഭൂഷണമല്ല, പ്രത്യേകിച്ച് വിശ്വാസിക്ക് ഉചിതമല്ല. വിശ്വാസിയുടെ ജീവിതം കടന്നുപോകുന്ന ഒരു വഴികളിലും അഹങ്കാരത്തിൻ്റെ വർത്തമാനങ്ങൾ, പ്രവർത്തനങ്ങൾ, നോട്ടങ്ങൾ, ഇടപെടലുകൾ, സമീപനങ്ങൾ ഉണ്ടാകാനേ പാടില്ല. വിനയാന്വിതരായി ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. വിശ്വാസികളുടെ ജീവിതം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, വിനയാന്വിത പ്രകൃതത്തിൻ്റെ ഉടമകളാക്കി നമ്മെ മാറ്റേണ്ടതുണ്ട് നമ്മുടെ ജീവിതം. അപ്പോൾ നമുക്ക് വിനയമാണ് വേണ്ടത്. ജീവിതത്തിലും വിനയമാണ്, മരണത്തിലും വിനയമാണ്. വിനയാന്വിതനായി ജീവിച്ച് വിനീതദാസനായി മരണപ്പെടാൻ കഴിയുക എന്നത് നിസ്സാരമായ കാര്യമല്ല, വലിയ കാര്യമാണ്. പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതും സ്വർഗപ്രവേശനം കിട്ടുന്ന മരണത്തിൻ്റെ 1ാമത്തെ ഗുണം അല്ലെങ്കിൽ 1ാമത്തെ യോഗ്യത അത് അഹങ്കാരമില്ലാത്തവരായിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതൽ വിശദീകരണങ്ങളെ കടക്കുന്നില്ല. 2ാമതായി പ്രവാചകൻ പറഞ്ഞത് വൽഗുലൂൽ, ചതി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഗുലൂൽ എന്ന് പറയുമ്പോൾ തന്നെ പൊതുസ്വത്തുമായി ബന്ധപ്പെട്ടുള്ള വഞ്ചനകൾ, ചതികൾ എല്ലാം തന്നെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. പലതരത്തിലുള്ള ചതികളും അതിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചതികൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ആരെയും ഏത് രൂപത്തിലും ചതിക്കുന്ന, ഉത്തരവാദിത്വങ്ങളിൽ വഞ്ചന കാണിക്കുന്ന, പ്രത്യേകിച്ച് പൊതുസ്വത്തുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ പൊതുസ്വത്താണെന്നൊരു ബോധം പോലും ഇല്ലാത്ത രൂപത്തിൽ അതിൽ പൊതുസമൂഹത്തിനെ, പൊതുജനത്തിനെ വഞ്ചിക്കുകയും ചെയ്യുന്ന ധാരാളം അനുഭവങ്ങളാണ് നമുക്കൊക്കെ പറയാനുള്ളത്, അല്ലേ? അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഇവിടെ എടുത്തു പറയുന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഞ്ചന, അതിൽ നിന്നും ഒഴിവാകണം ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ. അങ്ങനെ
വഞ്ചനയുടെ ലാഞ്ചന പോലും ഏൽക്കാതെ ജീവിച്ചാൽ, പൊതുസ്വത്തുക്കളുടെ ഉത്തരവാദിത്വങ്ങൾ വരുമ്പോൾ അതിൽ യാതൊരു വിധമായ വഞ്ചനയും കളവും നടത്താതെ ജീവിച്ചാൽ ആ മനുഷ്യൻ രണ്ടാമത്തെ യോഗ്യത നേടിക്കഴിഞ്ഞു, സ്വർഗപ്രവേശനത്തിന്. 3, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വദ്ദൈൻ, കടം. കടം നിസ്സാരമല്ല, നിസ്സാരമായി നമ്മൾ കാണേണ്ടതുമല്ല. പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ കടം പലപ്പോഴും വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും കടമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. കടത്തിൻ്റെ ഗൗരവത്തിനെ പ്രവാചകൻ ഉണർത്തുമായിരുന്നു. സമൂഹത്തിനെ ബോധവൽക്കരിക്കുമായിരുന്നു. എന്തെന്തുണ്ടെങ്കിലും, എത്ര നന്മകളുണ്ടെങ്കിലും കടമെന്ന ബാധ്യത നമ്മെ കെട്ടിവരികയും ആ ബാധ്യതയിൽ നിന്ന് മോചിതനാകാതെ നാം മരണപ്പെടുകയും ചെയ്താൽ ആ കടം വലിയൊരു കടമ്പയാണ്. ആ കടം വലിയൊരു തടസ്സമാണ്. ആ കടം സ്വർഗപ്രവേശനത്തിന് നമ്മളെ തടയുമെന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് മരണം ഏത് നിമിഷവും സംഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല. ആ മരണം പിടിപെട്ടു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തേണ്ടതുണ്ട് നമുക്ക്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈ 3 ഗുണങ്ങൾ, 1, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 1ാമത്തെ ഗുണമാകുന്ന അഹങ്കാരമില്ലായ്മ, 2, ചതിയില്ലായ്മ, 3, കടങ്ങളിൽ നിന്നുള്ള മോചനം. ഇത് 3 നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നമുക്കതിൽ പുരോഗതി വരുത്തുമാറാകട്ടെ. ഉയർന്ന ഈ മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിനയാന്വിതരായി, വിശ്വാസമുള്ളവരായി, വഞ്ചനയില്ലാത്ത വിശ്വസ്തരായി, സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാത്തവരായി ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. അതിനേക്കാൾ ആത്മാർത്ഥമായി നമുക്കതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കാം. അള്ളാഹു അങ്ങനെ ഉത്തമ മനുഷ്യരായി ജീവിച്ച് ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന എന്തൊക്കെയാണോ, പരലോകത്ത് പടച്ചവൻ്റെ തൃപ്തി കിട്ടുന്നതിന് വിഘാതം നിൽക്കുന്നത് എന്തൊക്കെയാണോ, അതിൽ നിന്നെല്ലാം അള്ളാഹു അകലം പാലിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.